മലയാളം ബിഗ് ബോസ് സീസൺസ് കണ്ട ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദിലയും നൂറയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സംസാരിക്കുന്ന നോമിനേഷനെ കുറിച്ചാണ്. അപ്പോൾ നൂറ ആദിലനോട് ചോദിക്കുന്നുണ്ട്, 2 പേര് ചെയ്യാൻ പറ്റുമെന്ന്. ഇല്ല, ഒരാൾ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. ബേബി കൺഫേം തന്നെ ആയിട്ടാണോ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നൂറ എന്നോട് ആദില പറയുന്നുണ്ട്, ശരിക്കും ഒരാൾ മാത്രമേ നിനക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെയാണ് നീ ആരെയും നോമിനേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരു സംശയമില്ലാതെ നമ്മുടെ നൂറ പറയുന്നുണ്ട്, ഞാൻ ആരിനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്യുള്ളൂ. എനിക്ക് 3 റീസൺസ് പറയാനുണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് ഞാൻ പറയുന്നത്, ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവൻ ഫുള്ള് ഫണ്ണായിട്ടാണ് അതെടുക്കുന്നത്. ഇപ്പോൾ ലാലേട്ടനാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ലാലേട്ടനെ കളിയാക്കിയിട്ടാണ് അവൻ സംസാരിക്കാറുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജിസേലും അവനും കൂടെ ഒരുമിച്ച് നിന്ന് കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ അഭിലാഷും അതേപോലെ തന്നെ ആര്യനും ജിസേലും ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് കളിക്കുന്ന സമയത്ത് ജിസേൽ ആര്യന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്. അവൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നിരുന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ 2 പേരും ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഒരാൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നാൽ മതിയല്ലോ. അതുകൊണ്ട് ആരും പുറത്ത് പോട്ടെ, ജിസേൽ ഇവിടെ നിൽക്കട്ടെ എന്നാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് നൂറ് ആദിലനോട് പറയുന്നുണ്ട്. ആര്യൻ ഇന്നാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും ഞാൻ ബേബീൻ്റെ ഷെയ്ഡായിട്ടാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നതെന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവനാണ് ഒരു ഷെയ്ഡായിട്ട് നിൽക്കുന്നത്. മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ജിസേലിൻ്റെ ഷെയ്ഡായിട്ടാണ് അവൻ നിൽക്കുന്നത്. അവൻ അന്ന് ആ കാര്യം പറഞ്ഞത് അതെൻ്റെ മനസ്സിൽ കൊണ്ട കാര്യം തന്നെയാണ്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്നാണ് നൂറ പറയുന്നത്. ബേബി എന്താണെങ്കിലും കറക്റ്റായിട്ട് ഇത് യൂസ് ചെയ്യണം. അത് ഒറ്റ തവണ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്ന അവസരമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ചിന്തിച്ച് പ്രവർത്തിക്കാനാണ് ആദില നൂറേനോട് പറയുന്നത്.